ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നിങ്ങളുടെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ എങ്ങനെയാണ് സ്മൂത്തായി കിടക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഹെയർ ആയിരുന്നു. പക്ഷേ ഇപ്പം അത്ര സ്മൂത്തൊന്നുമല്ല. ഞാൻ കുറേ ഹെയർ കളറൊക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടാണ് ഇപ്പം എൻ്റെ ഹെയർ കിടക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു Q&A വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലരൊക്കെ Q&A വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ഹെയർ അത്യാവശ്യം പെട്ടെന്ന് ലെങ്ത്ത് വെക്കുന്ന ഹെയറാണ്. അപ്പോൾ ഞാൻ ഒരു 3 months കൂടുന്ന സമയത്ത് ഈ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പരിധി വരെ കുറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയ ശേഷം സ്പ്ലിറ്റൻസ് ആയാലും ഒരു ഫ്രിസിനെസ് ആയാലും ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്, അതൊന്നും കുറയുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പഴയ ഹെയർ ഇവിടെ കൊടുക്കാം. അപ്പം ഈ ഒരു ഹെയർ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനെ കട്ട് ചെയ്ത് ഇപ്പോഴായാലും ലെങ്ത്ത് വെക്കുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ഉള്ളുള്ള മുടിയായിരുന്നു എൻ്റെത്. ഇപ്പം അത്രയ്ക്ക് അങ്ങ് ഉള്ളൊന്നുമില്ല. ഞാൻ ആ സമയത്ത് നന്നായിട്ട് എണ്ണ തേക്കുമായിരുന്നു. ഈ ഓയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയറിന് ഓയിൽ അത്യാവശ്യമാണ്. എനിക്കൊന്നും എൻ്റെ ഹെയറിന് മാത്രമല്ല, എല്ലാവരുടെയും ഹെയറിന് ഓയിൽ കുറച്ചൊക്കെ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഓയിൽ അപ്ലൈ ചെയ്ത് ഞാൻ താളി യൂസ് ചെയ്തിട്ടായിരുന്നു ആ സമയത്തൊക്കെ കഴുകി കളഞ്ഞിരുന്നത്. ഷാംപൂ യൂസ് ചെയ്യുന്നില്ല. അല്ല, ഷാംപൂസ് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് മാത്രമായിരുന്നു ആ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ എണ്ണ തേച്ച് കഴുകി കളയാൻ യൂസ് ചെയ്യുന്നത് ഷാംപൂ തന്നെയാണ്. അതിൻ്റെ ഒരു മാറ്റം എൻ്റെ ഹെയറിനുണ്ട് താനും. അതൊരു ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഫോട്ടോ ആണിത്. പിന്നെ അതിന് ശേഷം ഞാൻ ഇത്രയും ലെങ്ത്ത് എൻ്റെ ഹെയറിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എണ്ണ തേച്ച് താളി കൊണ്ട് കഴുകി കളയുന്ന സമയത്ത് എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ഹെയർ ആയിരുന്നു. ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മുടി, അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്താ വെച്ചാൽ ഈ ഫ്രിസ് കൺട്രോളാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഒരു കാര്യം തന്നെ, നമ്മളൊരു ഷാംപൂ അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ ഇട്ടതിനെ കൊണ്ട് നമ്മുടെ ഹെയർ ഭയങ്കര തിക്കാവോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഹെയറിനെ ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ നമ്മുടെ ഷാംപൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്മളെ ഹെയറിനെ കുറച്ചൊരു സ്മൂത്താക്കി അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വെക്കുക എന്നുള്ളത് നമ്മളെ കണ്ടീഷണർ അല്ലെങ്കിൽ ലീവ് ഇൻ ക്രീം ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ലോറിയലിൻ്റെ പ്രോഡക്റ്റ്സാണ് ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ലീവ് ഇൻ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത്. ലോറിയലിൻ്റെ പ്രോഡക്റ്റ്സാണ്. ലോറിയലിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. ലോറിയലിൻ്റെ ഹൈ എൻഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ലോറിയലിൻ്റെ തന്നെ ഏകദേശം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാംപൂ. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഈ ഷാംപൂ ഇപ്പോൾ തീർത്തിരിക്കുവാണ്. പിന്നെ അത്ര പോലും എനിക്ക് വേസ്റ്റ് ആക്കാൻ തോന്നില്ല. ഇതിൻ്റെ അടിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുലുക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുള്ള ഒരു ഷാംപൂ ആണ്. ഞാൻ ഇതെന്തായാലും റീപർച്ചേസ് ചെയ്യും. അതിന് മുന്നേ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേറൊരു ഷാംപൂ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രോഡക്ട്സ് മാറ്റി യൂസ് ചെയ്യാനും പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊന്നും നല്ല പ്രോഡക്റ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ്. ഇതും വലിയ കുഴപ്പമില്ലാത്തൊരു ഷാംപൂ ആണ്. പക്ഷേ കുറേ ഷാംപൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് കഴുകി കളയുക, അത്രയേ ഉള്ളൂ. ഇന്ന് 1099 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. എനിക്ക് 490 ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു വലിയ ബോട്ടിൽ ഷാംപൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടും അത് ഞാൻ ഓഫറിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം ഓഫറിൽ തന്നെ എപ്പോഴും ഇത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നോക്കി നോക്കുക. നമ്മളിതിൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങുന്നതിനേക്കാൾ നമുക്ക് പ്രോഫിറ്റ് ഈ വലിയ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ആ വൈറ്റ് ഷാംപൂ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് എടുക്കാൻ മറന്നുപോയി. അതാണ് ആ ഒരു കണ്ടീഷണറും നല്ലൊരു സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് നമ്മുടെ ഹെയറിനെ വെക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെയറിന് അതാണ് ആ ഒരു ഷാംപൂവിനേക്കാളും ആ ഒരു കണ്ടീഷണർ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും നല്ലൊരു കണ്ടീഷണറാണത്. അതുപോലെ ഇത്
ഫ്രിസ് കൺട്രോളിന് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റാണ്. ഇത് ലോറിയലിൻ്റെ ഹൈലറോൺ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീമാണ്. സാധാരണ ഇത് രാത്രി നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സലോൺ ലൈക്ക് ഹെയർ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുളി കഴിഞ്ഞ് എപ്പോഴാണോ അപ്പം ഞാൻ ഇതൊരു ലീവ് ഇൻ ക്രീം പോലെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം കുറച്ചൊരു സ്മൂത്താക്കി വെക്കാൻ ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പെയ്ഡൊന്നും അല്ല കേട്ടോ, എനിക്ക് പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ലോറിയലിൻ്റെ തന്നെ ഒരു ഡ്രീം ലെങ്ത്ത് ലീവ് ഇൻ ക്രീം ഉണ്ട്, അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. അതുപോലെ അതും ഞാൻ 2-3 ട്യൂബ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഞാനിവിടെ പിക്ചർ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹെയറിന് ഞാനൊരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ ക്രൗൺ പോർഷനിൽ മുടി കുറച്ചായി കുറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഇയേഴ്സ് മുന്നേ അത് അത്യാവശ്യം നന്നായി കൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിനാണ് മിനോക്സിഡിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ അതാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഹെയർ ലോസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മിനോക്സിഡിലിനെ പറ്റി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു ഡോക്ടറെ കാണാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മിനോക്സിഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതങ്ങനെ വാങ്ങി യൂസ് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഇങ്ങനൊരു സാധനം ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ ഡോക്ടർ എന്താ പറയുന്നത് നോക്കുക. നമ്മുടെ ഒരു പരിധി വരെയുള്ള ഹെയർ ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ക്രൗൺ പോർഷനിലേക്ക് ഹെയർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നന്നായിട്ട് ഉള്ളോടെ വന്നു എന്നല്ല, കുറച്ച് നമുക്കൊരു കവർ ചെയ്യാൻ പാകത്തിൽ ആ ഒരു ഹെയർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മിനോക്സിഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. പിന്നെ ഹെയർ കെയറിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം കെമിക്കൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് നാച്ചുറലായി കിട്ടുന്ന സാധനങ്ങളിൽ തന്നെ നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്നതുണ്ട്. പക്ഷേ മടിയുള്ള ആൾക്കാർക്ക് അതൊന്നും നടക്കില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല മടിയാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഷാംപൂ, കണ്ടീഷണർ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. പല റെമഡീസ് ഉണ്ട് ഹെയർ സ്മൂത്താക്കി വെക്കാൻ. പണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ചിയ എണ്ണയാണ്. അതെനിക്ക് എപ്പോഴും ആവശ്യമാണ്. എൻ്റെ സ്കാൽപ്പ് ഡ്രൈ ആണെങ്കിൽ എക്സ്ട്രീം ഡ്രൈ ആയിട്ട് കിടക്കുന്നതായിരിക്കും, ഓയിലി ആണെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട്. ഈ ഒരു രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സ്കാൽപ്പാണ് എൻ്റെത്. അപ്പോൾ എൻ്റെ ഹെയറിന്, എൻ്റെ സ്കാൽപ്പിന് ഓയിൽ വേണം. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യാണ്ട് കുറേ ദിവസം, ഒരു 1 വീക്കൊക്കെ നിന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരാറുണ്ട്. അപ്പം എനിക്ക് ഓയിൽ മസ്റ്റാണ്, ഞാൻ എപ്പോഴും ഓയിൽ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഷാംപൂസൊക്കെ അവോയ്ഡ് ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്ത് താളിയൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഹെയർ ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ആയിട്ട് പോകും. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പകുതിയോളം ഹെയർ തന്നെ നമുക്ക് ഒരു 25 ഒക്കെ ആകുമ്പോഴേക്കും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മുടെ അമ്മമാരെ നമ്മൾ നോക്കുന്ന സമയത്തും അതുപോലെ നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്തും നമ്മുടെ ഹെയറിൻ്റെ അവസ്ഥ നമുക്ക് മിക്കവാറും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.